ട്രംപിസം എത്തിയതോടെ അമേരിക്കയും റഷ്യയും കൂടുതൽ അടുക്കും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഏകാധിപതിയെന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് റഷ്യയ്ക്ക് അനുകൂലമായ സന്ദേശമാണ്. തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കിയെന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് വിമർശിച്ചു. തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപിന്റെ വിമർശനം. അതിഗുരുതരമാണ് ആരോപണം. പണമായും ആയുധങ്ങളായും റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് അമേരിക്ക സഹായങ്ങൾ നൽകി വന്നിരുന്നു. അതൊന്നും ഇനി കിട്ടില്ല. പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റഷ്യയുമായി അടുക്കാനാണ് അമേരിക്കൻ തീരുമാനം. 2019 സെലൻസ്കി യുക്രൈനിൽ അധികാരത്തിലെത്തിയത്. എന്നാൽ അധികാര കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് യുക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെടുകയും സെലൻസ്കി അധികാരത്തിൽ തുടരുകയുമായിരുന്നു. അതേസമയം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിജയകരമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് മാത്രമേ അത് സാധിക്കൂവെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ട്രംപ് കുറിച്ചു. പണമായും ആയുധങ്ങളായും റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് അമേരിക്ക സഹായങ്ങൾ നൽകി വന്നിരുന്നു. എന്നാൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ നിലപാടുകളും മാറി. അതിന്റെ തുടർച്ചയായാണ് ട്രംപിന്റെ വിമർശനം. യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈനാണെന്ന് ട്രംപ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. മാത്രമല്ല, സെലൻസ്കിക്ക് ജനപ്രീതിയില്ലെന്നും വെറും 4% ആളുകളുടെ പിന്തുണ മാത്രമാണ് ഉള്ളതെന്നും ട്രംപ് വിമർശിച്ചിരുന്നു.